ഹായ് ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാൻ സുഖമായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരു റെസിപ്പി വ്ളോഗാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ വെച്ചാൽ അപ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ എങ്ങനെയാണ് നേരെ വീട്ടിലോട്ട് പോയാലോ. അപ്പോൾ ആ തന്നെ ഉള്ളിയാണ് കേട്ടോ. ഞാൻ ഉള്ളി നന്നായിട്ട് ഇവിടെ തോല് കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് പച്ചമുളക് വേണം നമുക്ക്. അതിൻ്റെ ആ മറ്റേ ഞെട്ട് അതൊന്ന് കളഞ്ഞിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കുന്നുണ്ട്. ഞാനിവിടെ മിക്സിയിലിട്ടിട്ടല്ല കേട്ടോ പേസ്റ്റ് ആക്കുന്നത്. നമ്മുടെ ഈ ഞങ്ങളുടെ നാട്ടിൽ കുത്തി ഞാൻ പറയാം, ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് കമൻറ്റ് ചെയ്യട്ടോ. അപ്പം ഞാൻ കുത്തിയിലിട്ട് നന്നായിട്ട് ചതച്ച്, അത് ഓവറായിട്ട് പേസ്റ്റ് ആയിട്ടില്ല, ഒരു ചതപ്പ് പോലെ നമുക്ക് കിട്ടണം. എന്നിട്ട് ഞാൻ അതും മാറ്റി വെച്ചു. പിന്നെ ആ കുത്തിലോട്ടിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ വെള്ളം കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ക്യാരറ്റാണ് കേട്ടോ. കാരണം വെള്ളം തിളക്കുമ്പോൾ ക്യാരറ്റ് ഇടണമല്ലോ. അപ്പോൾ നമ്മൾ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് നന്നായിട്ട് ഞാൻ തോല് കളഞ്ഞിട്ട് അത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു ട്രാൻസിഷൻ? അടിപൊളിയല്ലേ. അപ്പം തന്നെ ഉമ്മ ചിക്കൻ മസാലയൊക്കെ ഇട്ട് ചിക്കൻ പൊരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വലിയ മസാല ഒന്നുമില്ല, കുറച്ച് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഫുഡ് കളറും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുത്തു. അപ്പോൾ ഇതാ പൊരിക്കുന്നതും ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം തന്നെ ഞങ്ങൾ ചോറ് അടുപ്പത്താട്ട വെക്കണത്. അതുകൊണ്ട് തന്നെ നമ്മൾ അടുപ്പത്ത് ചെമ്പിൽ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ നല്ല മഴക്കാറാട്ട വരുന്നത്. മഴയും ബിരിയാണിയും സെറ്റിലെ അങ്ങനെ മഴയിട്ട് ഞങ്ങൾ ബിരിയാണിയൊക്കെ വെച്ചാൽ വിചാരിച്ചൊന്നുമല്ല കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ വെക്കുമ്പോൾ ഒരു മഴക്കാറ് അത്ര തന്നെ ഉള്ളൂ. അങ്ങനെ ഒന്ന് അടുത്ത് മസാല ഉണ്ടാക്കുന്നത് ബിരിയാണിക്ക്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു കുക്കർ ഗ്യാസിൽ വെച്ചിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് വയ്ക്കുന്നത്. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച ഉള്ളിയും പിന്നെ ഉള്ളിട്ടിട്ട് അതൊരു ബ്രൗൺ കളറാകുമ്പോഴോട്ട് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇടുക. അതിന് ശേഷം അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ആട്ടോ ഇടേണ്ടത്. അത് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്തിട്ട് അത് നന്നായിട്ട് അതിലൊന്ന് മിക്സ് ആവണം. അതിന് ശേഷം അതിലോട്ട് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഞാനായിട്ടോ ഇളക്കണത്. ഉമ്മയാണ് ഇടുന്നത്. അതുകൊണ്ടാണ് ഈ ഇളക്കത് ഫോണൊക്കെ ഇങ്ങനെ ഇളകണത് കേട്ടോ. ഇനി നമുക്ക് എല്ലാ പൊടിയെല്ലാം ഇട്ടിട്ട് നമ്മുടെ മസാല നന്നായിട്ട് ആ മസാല പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആവണം. അതിന് ശേഷമായിട്ട് നമ്മളിതിലോട്ട് തക്കാളി ഇടേണ്ടത്. അപ്പോൾ നന്നായിട്ട് ആ തക്കാളി അതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. ഇനി അതിന് ശേഷം നന്നായിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇത് വേവിക്കുക. അതിന് മുന്നേറ്റിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ. പക്ഷേ അതിന് മുന്നേറ്റ് നമ്മൾ കുറച്ച് തൈരാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ഉള്ളിയും തക്കാളിയും പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ എനിക്ക് ഒരു ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചിക്കൻ തന്നു. അതെടുത്ത് കഴിക്കുന്നത് കേട്ടോ നിങ്ങൾ കണ്ടത്. അതിന് ശേഷം അതിലോട്ട് മല്ലിച്ചപ്പും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഗീയും കൂടി ഇട്ടിട്ട് നന്നായി